ഗായ്സ്, അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എഴുന്നേറ്റപ്പോൾ വയറിന് വല്ലാത്തൊരു വിശപ്പ്. അപ്പോൾ വയറിനോട് ഞാൻ തന്നെ ചോദിച്ചപ്പം വയർ പറയുക പോയൊരു ബിരിയാണി കഴിക്കണമെന്ന്. അപ്പോൾ രാവിലെ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വിട്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മൾ നേരെ നമ്മുടെ പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ബിരിയാണി കഴിക്കാനായിട്ടുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ യാത്രയിലാണ്. അപ്പം നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ മൊത്തത്തിൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ജർമ്മനി വന്നു കഴിഞ്ഞ് ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ഥലത്തു നിന്നും ന്യൂൺബർഗിലേക്കുള്ള സ്ഥലത്തിലേക്കുള്ള യാത്രകളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് നമ്മൾ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഒത്തിരി മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കാഴ്ചകളും കണ്ട് ആസ്വദിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഏതാനും നിമിഷങ്ങൾ നമ്മളിപ്പം ന്യൂൺബർഗ് എത്തുന്നതാണ്. അപ്പം ഇനി നമുക്ക് നേരെ കടയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് നേരെ ബിരിയാണി കഴിക്കാൻ പോകാം ഗൈസ്. നമ്മളപ്പം റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി റെസ്റ്റോറൻറ്റ് അകത്ത് കയറി നമുക്ക് സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അന്വേഷിച്ച് വന്ന സാധനം ഉണ്ടോ എന്ന് അറിയണമല്ലോ ആദ്യം, എന്നിട്ട് വേണം മേടിക്കണോ വേണ്ടോ എന്ന് അറിയാനായിട്ട്. പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം അതെല്ലാം നോക്കിയിട്ട് നമ്മൾ മേടിക്കാന്നുള്ളതുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ജർമ്മനിയിലുള്ളവർക്കാണെങ്കിൽ കടയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും അത് ചെക്ക് ചെയ്യുക. അപ്പോൾ നേരെ കടയിലേക്ക് കയറാം. ഫ്രണ്ട്സ്, നമ്മൾ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 17 യൂറോയാണ് ഇവിടെ ഒരു ബിരിയാണിക്ക് ചാർജ് ചെയ്യുന്നത്. ബിരിയാണിക്ക് ചാർജ് ചെയ്യുന്നത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്ക് വന്നിട്ട് വെയിറ്റിംഗ് ആണ്. വന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കഴിച്ചിട്ട് പറയാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പ്ലേറ്റിലിട്ട് കഴിച്ച് നോക്കാൻ പോവാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. കളറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അപ്പം കഴിച്ച് നോക്കിയിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ പറയാം. ഇതിനകത്ത് വരുന്നത് 2 ചിക്കൻ നോർമൽ ദം ബിരിയാണിയാണ്. അപ്പോൾ ഇതിനകത്ത് 2 പീസ് ചിക്കനും 2 ലെഗ് പീസും ഒരു മുട്ടയും പിന്നെ സാലഡുമാണ്. അപ്പം കഴിച്ച് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഒന്നും പറയാൻ വാക്കുകളില്ല. കാരണം ഫുഡ് ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ ഈ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ
ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. പിന്നെ നമ്മളൊരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് വന്നതാണ്. എന്താണേലും വലിയ സുഖമില്ലായിരുന്നു ഫുഡ്. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം.